ഇപ്പോൾ ഞാൻ പലപ്പോഴും പല ആളുകളെ കാണാറുണ്ട്, വർഷങ്ങളോളം ഉറക്കം കിട്ടാതെ, ഉറക്കം ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കുറേ ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും പറയും കാല് കടച്ചിൽ വരും രാത്രി കിടന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരാൾ ചെന്ന് മാസേജ് ചെയ്യണം, അല്ലെങ്കിൽ കാലിങ്ങനെ സ്ട്രെച്ച് ചെയ്യണം, അല്ലെങ്കിൽ വാളിൽ ചവിട്ടി പിടിക്കണം, അല്ലെങ്കിൽ കാല് പൊക്കി വെക്കണം, അല്ലെങ്കിൽ കാല് അടിച്ചുകൊണ്ടിരിക്കണം. ഇങ്ങനെ പലതരം പല മാരക വേർഷൻസ് ഉണ്ട്. ചില ആൾ എണീറ്റ് നടക്കണം, അല്ലെങ്കിൽ കാലിങ്ങനെ ജമ്പ് ചെയ്യുക, തല്ലുക, അല്ലെങ്കിൽ കുത്തുക, ഇങ്ങനെ പലതരം പറയുന്ന കുറേ ആളുകൾ വരാറുണ്ട്. ഇതിൻ്റെ പേരാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം. ഇത് പലപ്പോഴും പല അസുഖം കൊണ്ട് വരാം. പക്ഷേ സാധാരണയായി ഇതിന് പല ആൾക്ക് ഇവർക്ക് ഡോപ്പമിനർജിക് ഡെഫിഷ്യൻസി ഉണ്ടാവും, ചില ഒരു ശരീരത്തിലെ ഡോപ്പമിൻ്റെ കുറവുണ്ടാവും, അല്ലെങ്കിൽ അയൺ ഡെഫിഷ്യൻസി ഉണ്ടാവും, രക്തക്കുറവുണ്ടാവും. ഓരോ രക്തക്കുറവും ട്രൈ ചെയ്ത് ഈ ഡോപ്പമിൻ കുറയുന്ന കൂട്ടുന്ന മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ 90% പേർക്കും അത് ശരിയാകും. ചില ആൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ പെരിഫറൽ ന്യൂറോപ്പതി, നെർവിൻ്റെ അസുഖങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വെയിൻസിൻ്റെ അസുഖങ്ങളുണ്ടാവും, അല്ലെങ്കിൽ രക്തോട്ടക്കുറവുണ്ടാവും, അല്ലെങ്കിൽ അതുപോലത്തെ പറഞ്ഞ ഓർത്തോപെഡിക് അസുഖങ്ങളോ അല്ലെങ്കിൽ ന്യൂറോളജിക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ എന്ന് നോക്കണം. ചില പാർക്കിൻസൺസ് അതുപോലത്തെ അസുഖങ്ങൾ ഉള്ളവർക്കും ഇതുപോലെ വരാം. ചില ആൾക്ക് കാല് വെറുതെ പീരിയോഡിക് ലെഗ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന അസുഖമുണ്ട്. അല്ലെങ്കിൽ ഇതിന് അത് ഇതേ പറഞ്ഞാൽ കാലിങ്ങനെ അങ്ങനെ ഇളക്കുക, അവരെ സ്ലീപ്പ് സ്റ്റഡി ചെയ്യുമ്പോൾ കാലിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. മാഗ്നീഷ്യം കുറയുക, കാൽഷ്യം കുറയുക, അല്ലെങ്കിൽ അയൺ കുറയുക, അല്ലെങ്കിൽ ഷുഗർ കൂടുക, അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ മോശമാവുക, അതുപോലത്തെ അല്ലെങ്കിൽ ചിലതരം മരുന്നുകൾ കഴിക്കുക, കഫീൻ കൂടുതൽ കഴിക്കുക, ടീ കോഫി കൂടുതൽ കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കൂടുതൽ കഴിക്കുക, ഇങ്ങനെയുള്ളവർക്ക് ഇത് വളരെ കോമൺ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ പറയൽ കോഫി ടീ ഒഴിവാക്കുക, അറ്റ്ലീസ്റ്റ് വൈകുന്നേരത്തെ കോഫി ടീ ഒഴിവാക്കുക, ചെറുതായിട്ട് എക്സസൈസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ അയൺ അല്ലെങ്കിൽ ഈ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ, കിഡ്നിയുടെ അസുഖങ്ങൾ, ലിവറിൻ്റെ അസുഖങ്ങൾ, മാഗ്നീഷ്യം കുറവ്, കാൽഷ്യം കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ വേറൊന്നാണ്, രാത്രി പലപ്പോഴും കാലിട്ടടി ചിലപ്പോൾ പലതരം അപസ്മാരമായിരിക്കും, ചിലപ്പോൾ ഫ്രോണ്ടൽ ലോബ് ഡിസോർഡർ, എപ്പിലെപ്സി എന്ന് പറയും. അപ്പോൾ അതുണ്ടോ എന്ന് നോക്കണം. ഫ്രോണ്ടൽ ലോബ് ബ്രെയിനിൻ്റെ ചില പ്രത്യേക പാർട്ടായിട്ട്, ചില ഫിറ്റ്സിൻ്റെ പാർട്ടായിട്ട് ഇങ്ങനെ വരാം, ഈ റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ട് വരാം, അല്ലെങ്കിൽ പലതരം മൂവ്മെൻറ്റ് ഡിസോർഡേഴ്സ് ഉണ്ട് സ്ലീപ്പ് റിലേറ്റഡ്, അതിൻ്റെ പാർട്ടായിട്ട് വരാം. അത് ഏതാണെന്ന് കറക്റ്റായിട്ട് ഹിസ്റ്ററി എടുത്തിട്ട് അതിൻ്റെ കറക്റ്റ് മരുന്ന് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് മാറ്റാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. സോ അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ വൈൻഡപ്പിലേക്ക് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഞാൻ പിങ്കിന് തന്നെ ഈ ഒരു ഡ്രീം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് നമ്മൾ എടുക്കണം, നമുക്ക് സംസാരിക്കണം എന്ന് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നു നമ്മുടെ ടീം. അപ്പോൾ നമ്മൾ ഇതിന് പറ്റിയ ഒരാൾ നമുക്ക് വേണം എന്ന് നമ്മൾ റിസർച്ച് ചെയ്ത് അപ്പോഴാണ് ഞങ്ങൾ ഡോക്ടർ ഉമ്മർ സാറിനെ നമ്മൾ മീറ്റ് ചെയ്യുന്നത്. ഡോക്ടർ കോഴിക്കോട് ബേബി മെമ്മോറിയലിലെ സീനിയർ ന്യൂറോളജിസ്റ്റാണ്, അവിടുത്തെ ഹെഡാണ്. സോ അതൊക്കെ കൊണ്ട് തന്നെ പിന്നെ സാറിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ആൻഡ് ഓൾസോ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിലൊക്കെ സാറിന് ആൻസേഴ്സ് തന്നു. ആൻഡ് വി ആർ സോ ഹാപ്പി.